ചോര കൊണ്ട് എഴുതിയ മൂവി ഫുൾ നല്ല മൂവി കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദിവസത്തിന് ശേഷം മാക്കോ ഉണ്ണി മുകുന്ദൻ റോക്ക് ലൈക്ക് എനിത്തിങ് എന്ന് തന്നെ പറയാം. ഓ കിടലം വയലൻസ് സെറ്റ് സ്പീക്ക് എന്ന് പറയാം. ലൈക്ക് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വയലൻ പടം വന്നിട്ടില്ല. കില്ല് സിനിമ തോപ്പിക്കും. ക്രിസ്മസ് ഉണ്ണി വന്ന് കൊണ്ടുപോയി. നല്ല വയലൻസ് ആണ്, അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ കൊള്ളാം. കിട്ടണം പടം മീൻസ് ഹെവി വയലൻസ്, നല്ല ധൈര്യമാണ് കാണാൻ. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഡയലോഗ്സ് ഒക്കെ കുറച്ചതായിട്ട് തോന്നി, പക്ഷേ ലാസ്റ്റ് ഒരു 40 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. നല്ല പടം, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. KGF കാട്ടി നല്ല പടമാണത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര പക്കാ വയലൻസ് പടമാണ്. ചോര കൊണ്ട് എഴുതിയ മൂവി ഫുൾ നല്ല മൂവി കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദിവസത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ്റെ ഒരു ആക്ഷൻ മീൻസ് മലയാളത്തിൽ ഇങ്ങനെ ആക്ഷൻ ഇറങ്ങിയിട്ടില്ല. കില്ലിനേക്കാളും രക്തം. സെക്കൻഡ് ഹാഫ് ഫുൾ ഫൈറ്റ്. പിന്നെ എന്താ പറയുക, ഒരു സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ട്, ഒരു സിംഗിൾ ഷോട്ട്, അതൊക്കെ ഒരു രക്ഷയില്ലാതെ എടുത്തിട്ടുണ്ട്. ആസ് എ മൂവി നല്ല രസമുണ്ട്. പിന്നെ ലോല ഹൃദയർ, ഈ രക്തം ഇഷ്ടപ്പെടാത്തവർ, വയലൻസ് ഇഷ്ടപ്പെടാത്തവർ കാണാതിരിക്കുക. നല്ല അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇനി എന്താ പറയുക, ഷോട്ടുകളൊന്നും കണ്ടിട്ട് മൂവിയെ ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക. നല്ല മൂവി, കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ്, ആവറേജ്, കുഴപ്പമില്ല, കണ്ടിരിക്കുക. നല്ല പടം, കൊള്ളാം. ഓ കിടലം വയലൻസ് സെറ്റ് സ്പീക്ക് എന്ന് പറയാം. ലൈക്ക് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വയലൻ പടം വന്നിട്ടില്ല. നൈസ് തന്നെ, കുഴപ്പമൊന്നുമില്ല, ഒരു ടോപ്പ് പടം കണ്ടുകൊണ്ടിരിക്കുക. മലയാളത്തിലേക്കില്ലെന്ന് പറയാം. ലൈക്ക് എല്ലാം ബ്രൂട്ടലായിട്ട് കാണിച്ചിട്ടുണ്ട്, പച്ചയായി കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലൊക്കെ വൻ സീന് ഒരുമാതിരിയാവും കാണുമ്പം. കുഴപ്പമില്ല, കൊള്ളാം. വർക്കൗട്ട് ആവും. നമുക്ക് വേറൊന്നും പറയാനില്ല. എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും ഇൻ ദ സെൻസ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ആസ് എഫ് ലൈക്ക് ലേഡീസ് ഓഡിയൻസ് എനിക്കറിയില്ല, ബിക്കോസ് അതിനകത്ത് കുറേ സീൻസ് വരുന്നുണ്ട്. അപ്പം ടെറിഫിക് വയലൻസ് എന്ന് തന്നെ പറയാം എന്നേ ഞാൻ പറയാനുള്ളൂ, അത്രേ ഉള്ളൂ. മൂവി വാസ് റിയലി നൈസ്. വയലൻസ് ത്രൂ ഔട്ട് വയലൻസ് ആണ്, ടെറിഫിക് വയലൻസ് ആണ്. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് വാസ് റിയലി നൈസ്. ഇന്ത്യൻ ഫിലിം മലയാളം കമ്പാരിറ്റീവ്ലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ കണ്ട് നോക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു എക്സ്പെരിമെൻറ്റ് തന്നെയായിരുന്നു. സീരിയസ്ലി ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ സ്റ്റണ്ട്, ഫൈറ്റ് സീൻസ്, BGM, എവറിത്തിങ് വാസ് നൈസ്. മാക്കോ ഉണ്ണി മുകുന്ദൻ റോക്ക് ലൈക്ക് എനിത്തിങ് എന്ന് തന്നെ പറയാം. താങ്ക്സ്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് തൊട്ടുമ്പോൾ വയലൻസോട് വയലൻസ് തന്നെ. ഇന്നൊന്നും കൊള്ളായിരുന്നു, മാസമായിരുന്നു. കൊള്ളായിരുന്നു, നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. വയലൻസ് സ്പീക്കാണ്. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു വയലൻസ് കണ്ടിട്ടില്ല. അടിപൊളി പടം. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ. വയലൻസ് അടിപൊളിയാണ്, സെറ്റ്. കില്ല് സിനിമ തോപ്പിക്കും. ക്രിസ്മസ് ഉണ്ണി വന്ന് കൊണ്ടുപോയി. ഹൈ ലെവൽ വയലൻസ് എന്ന് പറയാം. നൈസ് പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് വയലൻസ് കുറവാണ്. സെക്കൻഡ് ഹാഫ് നമ്മൾ കിട്ടില്ല വയലൻസും. പിന്നെ ഫാമിലി കാണാൻ പറ്റിയ പടമൊന്നുമല്ല, അല്ലാതെ കാണാൻ പറ്റും. നല്ല എന്താ പറയുക, കിടിലം പടം. മേക്കിംഗ് അടിപൊളി പടം നല്ല പടമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പടം. ഫൈറ്റ് സീൻസൊക്കെ വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനത്തെ കില്ല് വെച്ച് നോക്കുമ്പം ഒന്നുമില്ല, കില്ലൊക്കെ ചെറുതാണ്. ഇത് മലയാളത്തിൽ ഏറ്റവും വലിയ ഫൈറ്റ് സീൻ സിനിമയായിരിക്കും ഞങ്ങളുടെ. രക്ഷയില്ലാത്ത ക്യാമറ ആംഗിൾസും ക്യാമറ എടുത്ത രീതിയും കളർ ബാക്ക്ഗ്രൗണ്ടും ടോണും എല്ലാം ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഉണ്ണി മുകുന്ദൻ്റെ ആക്ടിങ് കൂടെ ആയപ്പം ഒരു രക്ഷയില്ല, പടം വേറെ ലെവലായി. മാർക്കോ നല്ല മൂവിയാണ് ബ്രോ, നല്ല മൂവിയാണ്. ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഫുള്ളി ആക്ഷനാണ്, ആക്ഷൻ സ്റ്റൈലാണ്, ബേസിക്കായിട്ട് സ്റ്റൈൽ മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സ്റ്റോറി ലൈനൊന്നുമല്ല, സ്റ്റൈലിഷായിട്ട് ഉണ്ണി മുകുന്ദൻ വരുന്നു. പുള്ളിയുടെ സബാക്ക് അത് നമുക്ക് കാണാം. പുള്ളി ആക്ഷൻ, പുള്ളി 7 years ഓഫ് ആക്ഷൻ ചെയ്തിട്ടില്ല. അപ്പം ആ പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല രീതി ആക്ഷൻ നല്ല രീതി വർക്കായിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ആക്ഷനും സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടും. ഇതിൽ സ്റ്റോറി ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി സ്റ്റോറി ലൈൻസ് ഒന്നുമില്ല, ആക്ഷനാണ്, ഫുള്ളി ആക്ഷനാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോർമൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഇവനിതൊരു ഓരോ സിനിമയും ഓരോ ജോണേഴ്സാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോമഡി പടമല്ല, ഒരു ആക്ഷൻ പടമല്ല, ഓരോ സിനിമയ്ക്ക് ഓരോ ജോണേഴ്സ് ഉണ്ട്. ഈ മൂവി എന്ന് പറയുന്ന ആക്ഷൻ റിലേറ്റഡ് സ്റ്റൈലിഷ് മൂവിയാണ്. ആ രീതിയിൽ ഈ സിനിമ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടൂ. വേറെ മെൻറ്റാലിറ്റി വന്നു ഈ പടത്തിൽ അതില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജയ് പോയി കണ്ടൊരു സിനിമ ഉണ്ട്, അല്ല വേറൊരു കോമഡി സിനിമ ഉണ്ട്, ഈ സിനിമ ഇതിൽ കോമഡി പ്രതീക്ഷിക്കില്ല. ഇത് അവർ പറയുന്നുണ്ടല്ലോ, ഇത് ബ്ലഡ് നിറഞ്ഞൊരു സിനിമയാണ്. ഈ സിനിമ പറയുന്നത് അതാണ്, ഫുള്ളി ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് അത് ഫുള്ളായിട്ട്.